ഗൈസ്, ഒരു ചക്ക പറിക്കൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ചക്ക പറിക്കൽ ഓൾ കേരള ചക്ക പറിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഉണ്ട്. ഗൈസ്, ഇതാണ് ഗൈസ് ചക്ക പറിക്കൽ. ഗൈസ്, ചക്ക പെറുക്കിയാണ്. ഗൈസ്, എൻ്റെ കാല് കൊത്തുന്നു എന്നൊരു സംശയമുണ്ട്. ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് അറ്റ് ദിസ് ഗായ്. സർ, പ്ലീസ് സർ, ഈ ഒരു ചക്ക പറിക്കൽ ദൗത്യത്തിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വിശദമായി പറയണം സർ. സർ, എന്താണ് സാർ ഇങ്ങനെ? സർ, ചക്ക പറിക്കാൻ ഒരു തോട്ടിയുണ്ട് ഗായ്സ്. ബട്ട് ഈ തോട്ടി ഭയങ്കര ബെൽഡാണ് ഗായ്സ്, ഭയങ്കര ബെൽഡ്. പക്ഷെ ചക്ക ഞാനിതാ ഗായ്സ് അറ്റിച്ചറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഗായ്സ്. കണ്ടു ഗായ്സ്, സൂം ചെയ്യാം ഗായ്സ്. കണ്ടു ഗായ്സ്, സൂം ചെയ്യാൻ പറ്റുന്നില്ല ഗായ്സ്. ഇതാണ് ഗായ്സ് എൻ്റെ ചക്ക, ഞാൻ അരിഞ്ഞ് വെച്ചേക്കാണ് ഗായ്സ് ചക്ക. ഗായ്സ് 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 യെസ് ഗായ്സ്, ഇവിടെ ഇതാണ് ഒരാൾ എന്ത് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത് ഗായ്സ്. ഗായ്സ് ഗായ്സ് ജിമ്മിൽ പോവാതെ ജിമ്മനായി എന്നാണ് പറയുന്നത്. ഇതാണ് ഗായ്സ് ചിമ്മൻ. ബൈ ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ ദൗത്യം ഇവിടെ ഇരുട്ട് വന്നതുകൊണ്ട് നമ്മളിവിടെ ഇത് നമ്മൾ ഈ ഉദ്യമം നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് ആ ചക്ക ഗായ്സ്, ചക്ക ഈസ് മൈ ഫേവറേറ്റ് ചക്ക ഗായ്സ്. ബിക്കോസ് ദിസ് ചക്ക ഹാസ് മൾട്ടിപ്പിൾ ഫ്ലേവർ. ഇത് റോ ആയിരിക്കുമ്പോഴും പഴുക്കുമ്പോഴും ചീയുമ്പോഴും ഒക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഗായ്സ്. എല്ലാ ചക്ക ഇങ്ങനെയാണ് ഗായ്സ്. ആടാ ചക്ക തോട്ടിയില്ല. അപ്പുറത്തെ വീട്ടിലും തോട്ടിയില്ല, ഇപ്പുറത്തെ വീട്ടിൽ തോട്ടിയുണ്ട്. പക്ഷേ ഇപ്പുറത്തെ വീട്ടിലത്തെ തോട്ടി വലുതായിപ്പോയി ഗായ്സ്. അപ്പം നമ്മൾ ഈ ഉദ്യമം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കട്ടനും അതുപോലെ തന്നെ ഒരു കാച്ചിൽ കിഴങ്ങും തിന്ന് നമ്മൾ ഇന്ന് വാവ് ഗായ്സ്, ഇവിടുന്ന് വലിച്ചാൽ മതിയായിരുന്നു ഗായ്സ്. നമ്മൾ ഇത്ര നേരം ചക്കേൻ്റെ മൂഡ് മനസ്സിലാക്കാതെയാണ് ഗായ്സ് പെരുമാറിയത്. എവിടെയാണ് ചക്കേൻ്റെ മൂഡ്? ഇവിടുന്ന് വലിച്ചാൽ സിമ്പിളായിരുന്നു ഗായ്സ്. ഗായ്സ്, വീണ്ടും വീണ്ടും ഉദ്യമത്തിലേക്ക് ഗായ്സ്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഒരു സ്ത്രീ എൻ്റെ വണ്ടി എന്തോ ചെയ്യുകയാണ് ഗായ്സ്. വണ്ടിയിൽ കുപ്പ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. എനിക്ക് കുപ്പ ഇടാൻ ഭയങ്കര മടിയാണ് ഗൈസ്. അതുകൊണ്ട് മാതാശ്രീയാണ് വണ്ടിയിൽ കുപ്പ ഇട്ട് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആളുകളാണ് ഗൈസ് ചക്ക പറിക്കാൻ വേണ്ടി പരിശ്രമം വീണ്ടും തുടരുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ശൂലം എടുത്തുകൊണ്ടുള്ള വമ്പൻ ഓട്ടം ചാട്ടം. എന്തൊക്കെ കാണണം. അയ്യോ, എൻ്റെ മൂട്ടിലേക്കാണോ ഗായ്സ് ഇത് വരുന്നത്? ഗായ്സ് ഗായ്സ് നോ 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 ഇങ്ങയാ ഗായ്സ്, ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. ഇവൻ എന്താണ് ഗായ്സ് ചെയ്യുന്നത് ഗായ്സ്? കുഞ്ഞു പോയി ഗായ്സ്. ഗായ്സ്, ചക്ക പറിച്ചപ്പോൾ ഗായ്സ് ചക്കേൻ്റെ പല ഭാഗങ്ങളും ഞാൻ അറ്റിച്ചു. ബട്ട് ചക്ക മാത്രം അറ്റു വീണില്ല. ഇതാണ് ഗൈസ് നെഗറ്റീവോടെയാണ് അച്ഛമ്മ. സന്ധ്യയായി ചക്ക പറിക്കരുത്, നിർത്തു ദൗത്യം എന്നാണ് അച്ഛമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ചക്ക തിന്നണമെന്ന പൂതി ഗൈസ്. ഞാനൊന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ വൈകുന്നേരമായി. അപ്പോഴാണ് എനിക്ക് ചക്ക പറിക്കാൻ മൂഡ് തോന്നിയത്. എന്താ ചെയ്യുക? ഇതിനൊക്കെയാണ് ഗൈസ് ഞാനിവിടെ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക? എന്തിനാണ് പ്രോസസ്സർ നിങ്ങൾ ചിരിക്കുന്നത് ഗൈസ്? ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ കത്തി കെട്ടുക. ദിസ് ഇസ് കത്തി ആൻഡ് ഇങ്ങനെയാണ് ഗൈസ് കത്തി കെട്ടുക. അമ്മേ, കൊതുക് ഗൈസ്. അയ്യോ, നിങ്ങളെ ബ്ലഡ് ഏതാ? ഓ പോസിറ്റീവും ബി പോസിറ്റീവും മാറി മാറി രുചിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ബി പോസിറ്റീവ് ഇതുവരെ അറിയില്ലേന്. മാറി മാറി കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊതുകാണ് ഗൈസ് നമ്മുടെ നാട്ടിലുള്ളത്. അത് എന്താണ് ഗൈസ്? ഇതാണ് ഗൈസ് അമ്മേൻ്റെ നൈറ്റിൻ്റെ തുണിയാണ് ഗൈസ് നമുക്കിവിടെ നാരായിട്ട് കിട്ടിയിട്ടുള്ളത്. അമ്മ വഴക്ക് പറയുന്നു ഗൈസ്. ഇതാണ് ഗൈസ് അമ്മ. ഇതാണ് ഗൈസ് അമ്മ. ഇവിടാണ് അമ്മ. അയ്യോ അയ്യോ ചൊറിയുന്നേ അമ്മ. ഇതാ അമ്മ. അമ്മ
അമ്മ അമ്മ. ഇതാണ് അമ്മു വാങ്ങി വെച്ച പാത്രം. ഇത് അമ്മ എടുത്തോണ്ട് പോന്നു ഗായ്സ്. അമ്മു അയ്യേ, ഇവിടെ എൻ്റെ സാമാനങ്ങളൊക്കെ ആറിയിട്ടത് കണ്ട് കേട്ടില്ലല്ലേ. ഇവിടെ ആറിയിട്ടതൊക്കെ കണ്ട് നാണ് വരും ഗായ്സ്. ഇതാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒരു പ്രത്യേകതരം കോഴിയുണ്ട്. ഈ കോഴിക്ക് ഞാൻ ചുവന്ന ഡ്രസ്സ് ഇട്ട് കണ്ടാൽ കൊത്താൻ വരും. നോക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഗായ്സ്. നോക്കടാ, അവൻ ഉള്ളിൽ നിന്ന് കാണുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് അമ്മയെ ഓടിച്ച് കൊത്തുന്നത്. പിന്നെ ഗായ്സ്, നിങ്ങളറിയോ, എൻ്റെ ഒരു പാൻറ്, ചുവന്ന പാൻറ് കീറി കൊത്തിയിട്ട് ആരും വിശ്വസിക്കില്ല, പക്ഷേ വിശ്വസിച്ചു. അവിടുത്തെ തുളസിൻ്റെ ഒരു ചെടി, വലിയ കമ്പ് വരെ ആ കോഴി ആ കോഴി കൊത്തി പൊട്ടിച്ച് കളഞ്ഞ്. അത്രയും അഗ്രസീവായ കോഴിയാണ് ഗൈസ്. അതുമാത്രമല്ല ഗൈസ്, ഇതിനു മുന്നേ ഇവിടെ വീട്ടിൽ ഒരിക്കൽ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്നു. അതിലൊരാൾ ചുവന്ന മുണ്ടെടുത്താണ് വന്നത്. ആ പുള്ളീനെ ആ കോഴി ഓടിച്ചപ്പോൾ ആ പുള്ളി കൊട വെച്ച് ആ ഇതിനെ കോഴിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തു. പക്ഷെ കൊട പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അയാൾക്ക് കൊത്തും കൊണ്ടു. അത്രയും അഗ്രസീവായ കോഴികളാണ് ഗൈസ് ഗ്രാമശ്രീ കോഴികൾ. മീൻ വയൽ ഞാനിത് കാണാതെ പോയി, ഈ കഠിന പ്രയത്നം. ഗായ്സ് ആരിവേ ആ വാഴക്കുണ്ടയിൽ ആരിവേ. വാഴ ഇപ്പോഴാണ് ശരിക്കും വാഴയായത് ഗായ്സ്. വാഴേൻ്റെ ഇടയിൽ വാഴകളെ ഒരു കഥ പറയാം, ഒരു വാഴക്കുട്ടൻ്റെ കഥ പറയാം. നീ വാഴയോ, നിൻ്റെ അപ്പുറത്തെ വാഴയോ, ലാ 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 ലാ. നിൻ്റെ കിളി പോയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ദൗത്യത്തിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു, കൊമ്പനടുത്തെത്തിയിരിക്കുന്നു ഗായ്സ്. കത്തി ഉണ്ടാണ് ഗൈസ്, ഈ കത്തി കെട്ടിനി ഉണ്ടല്ലോ, കുറച്ച് താത്ത് കുറച്ച്. ആ ഗൈസ് ഫ്ലാഷ് അടിക്കേണ്ടി വരും ഗൈസ്. എല്ലാം പോരട്ടെ, എല്ലാം ഒറ്റിച്ചേരാം. അല്ല കുറച്ചും കൂടി മുകളിൽ ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് കാണുന്നുണ്ട്. തേക്കിൻ്റെ കൈയിൻ്റെ ഇടയിലാണ് ഒരു ചക്കക്ക് വേണ്ടി കൊളുത്തുന്നത് ഗൈസ്. സാധനം കാണുന്നില്ല എന്നാണ് ഗൈസ് പറയുന്നത്. എന്ത് സാധനമാണ് കാണാത്തത്? കത്തി അങ്ങോട്ടല്ലേ, എനിക്ക് കാണുന്നില്ല. ഇങ്ങോട്ട് നമ്മളെടുത്തള്ളേ, മുകളിലോട്ടള്ളേ. അങ്ങനെയുള്ള കറക്റ്റ് മുകളിലോട്ടേക്കേ അട്ടം നോക്കിയിട്ടുള്ളേ. അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് അത് ചെരിഞ്ഞ് അപ്പം ചെരിഞ്ഞ് ഇപ്പുറത്തോട്ട് നമ്മളെ വശത്തേക്ക്. അങ്ങനെ ഇതൊരു ചക്ക. ഇത് ഞാൻ കൊത്തി വെച്ച ചക്കനെ കാണട്ടെ. ഇതിന് ഞാൻ കൊത്തി വെച്ച ചക്ക. ഉറുമ്പ് അമ്മേ, ഉറുമ്പന്നെയാണോ പാമ്പന്നെയാണോ നമ്മൾ നോക്ക്. ബായ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ചക്ക ഗൈസ്. വിഷ്ണു ചേട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാണ് ഗായ്സ്. എന്ത് പണി ചെയ്താലും അവസാനം അതൊക്കെ റെഡിയാക്കി വെക്കും ഗായ്സ്. കണ്ട ചക്ക റെഡി, 3 ചക്ക കിട്ടി. വിഷ്ണു ചേട്ടൻ അതിൻ്റെ മുകളിൽ കത്തി ഊരുന്നു, ഇത് നേരെ എടുത്ത് വെക്കുന്നു. ഐ ലൈക്ക് ഹിം സോ മച്ച്. ബട്ട് ഐ ആം വെരി മടിച്ചി ബിക്കോസ് ഇന്നലെ വിഷ്ണു ചേട്ടൻ ഊരി വീണ പാൻറ് ഇതുവരെ ഞാൻ അലക്കിയിട്ടില്ല ഗായ്സ്. കണ്ട വാഴയൊക്കെ എത്ര കെയർഫുള്ളായാണ് നശിപ്പിക്കുന്നത് ഞാൻ ഗായ്സ്. കോഴി അമ്മേ ഗായ്സ്, എനിക്ക് ചക്ക മുറിക്കാൻ അറിയില്ല ഗായ്സ്.
പക്ഷേ ലെറ്റ് മീ ട്രൈ വൺസ് ഗൈസ്. സോറി. അയ്യോ സോറി ഗൈസ്. ഗൈസ് എനിക്ക് കുറച്ച് കൊണ്ടുപോകണം. ഗൈസ്